തിയേറ്ററിന്റെ അകത്ത് ഓടുന്ന സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് തിയേറ്ററിന്റെ പുറത്ത് ഓടുന്ന ഒരു സിനിമയാണ്. ഈ പടത്തിന്റെ പേര് എങ്ക ഊര് പൂക്കാരി. നമ്മുടെ സിനിമയുടെ കഥ തുടങ്ങുമ്പോ തന്നെ രജനീകാന്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തോക്കും ചൂണ്ടി സ്റ്റൈലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്ക അപ്പൻ ചേട്ടാ അങ്ങോട്ട്. ഈ തിയേറ്റർ ഒന്ന് നോക്കി വെച്ചോട്ടോ. നമ്മുടെ സിനിമയുടെ കഥ നടക്കുന്നത് ഈ തിയേറ്ററിനെ ചുറ്റിപ്പറ്റിയാണ്. നായികനെ കണ്ടില്ലേ? ഇല്ല. കണ്ടു ഞാൻ തന്നെയാടാ. ഇവരാണ് നമ്മുടെ കഥാനായിക പൂക്കാരി സരസു. വാങ്ങക്ക വാങ്ങ വാങ്ങണ്ണ വാങ്ങ പൂ വാങ്കളിയോ. ഇനി നമുക്ക് കബാലിയുടെ തിയേറ്റർ റെസ്പോൺസ് ഒന്ന് കണ്ടിട്ട് വരാം. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. വളരെ നന്നായിട്ടുണ്ട്. ഇവര് ഈ തിയേറ്ററിന്റെ മുന്നിലാണ് പൂ വിൽക്കുന്നത്. തിയേറ്ററിന്റെ മുന്നിലൊക്കെ ആരെങ്കിലും പൂ വിൽക്കും? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. എന്നാ കുറച്ച് നാളികേരം ചന്ദനത്തിരിയും ഒക്കെ അങ്ങോട്ട് വിൽക്ക്. കാരണം അകത്ത് പൂജയാണല്ലോ നടക്കുന്നത്. എന്തായാലും സരസുവിന്റെ പൂക്കച്ചവടം നന്നായി തന്നെ നടക്കുന്നുണ്ട്. പൂ വാങ്ങാൻ വന്നവരൊക്കെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയും. എന്ന മാമി വീട്ടിലെ വിശേഷമാ? അത് സരി, ഉനക്ക് എപ്പ കല്യാണം? என்ன மாமி, நான் வீட்டுல வேலை இல்லாமலா இருக்கேன். என்ன மாமி, எனக்கு கல்யாணம் பண்ணி வைக்க போறியா? சரி மாமி, உன் பையன் என்ன பண்றாரு? അല്ല, അവർക്കൊരു ഗ്യാപ്പ് കൊടുക്ക്. എന്നാലല്ലേ അവർക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. என்ன மாமி சரி மாமி, ഇത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റൂ? எங்க வேலை பார்த்தாலும் திரும்ப சென்னைக்கு தான் வரணும். இங்கதான் நல்லவங்கலாம் இருக்காங்க. ഓ, നല്ലവങ്കള്. അത് ഈ പടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഈ തിയേറ്ററിലെ ആൾക്കാർ പടം കാണാനല്ലാട്ടോ വരുന്നത്, പൂ വാങ്ങാനാണ്. 2 മുഴം മല്ലിപ്പൂ കൂടുമാ? ഇവര് പടത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ് ഇടും. അത് നിർബന്ധ. ഇത് നോട്ടിഫിക്കേഷൻ ഓണൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. നോളന്റെ ഇൻസെപ്ഷനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പടത്തിന്റെ കഥ. ഒരു വട്ടം കണ്ടാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ വട്ടം കാണാൻ തോന്നൂല്ല. ജീവിതം മടുത്തു എന്നൊക്കെ തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കാം. ജീവിക്കാൻ കൊതി തോന്നിയാലോ? വേണ്ട. സരസുവിന് ഇതുവരെ കല്യാണം ആയിട്ടില്ല. അതുകൊണ്ട് അവളുടെ അമ്മ സരസുവിനെ ഒരു ജോൾസിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്ക് എപ്പമാ കല്യാണം നടക്കും? വെറും ജോത്സ്യനല്ലാട്ടോ, ചാറ്റ് GPT ഉണ്ടാക്കിയെടുത്തൊരു ജോത്സ്യനാണ്. വാ തായേ വാ, സൊല്ലു തായേ യാർക്ക് ജോസ്യം പാക്കണം. ഡയലോഗ് കേട്ടിട്ട് ഇയാൾക്ക് ഏതോ AI സോഫ്റ്റ്വെയർ ആണ് ഡബ് ചെയ്തതെന്ന് തോന്നുന്നു. ഉള്ളത് ഉള്ളപടി, ഞാൻ சொன்னது சொன்னபடி. ഇത് ഏതാ ഈ തന്തപ്പടി? இவளுக்கு கல்யாணம் நடக்குமா? கைய பார்த்து சொல்லுங்க. கடைசி வரைக்கும் எந்த தொழில் செஞ்சாலும் உருப்படாம சோத்துக்கு தண்டமா பூமிக்கு பாரமா தண்ட சோறு திருட்டு போய் சேர வேண்டியதான். തായേ ഉൻ കയ്യ കാട്ട്. ആയിൽ രേഖ, ബുദ്ധി രേഖ, ലക്ഷ്മണ രേഖ. കാര്യം എന്താന്ന് വെച്ചാ അത് പറയടോ. സ്വത്ത് ബൊത്ത് പദവി കയ്യോട് രേഖയെ പാത്ത ഇയാൾക്ക് എന്താണ് വയ്യേ? പെരിയ പടക്കാരെ ആയി. ഇതെന്തൊക്കെയാണ് ഇയാള് പറയണത്? திருமணம் நிச்சயம் நடக்காது. இந்த ரேகையில் பலனில்லை. நடக்காது, நிச்சயம் நடக்காது. சரி வாடி, வேற ஜோசியரை பார்க்கலாம். എന്തെങ്കിലും ദക്ഷിണ എന്തിന് പോടാപ്പാ? ഇവനുക്ക് ഏതാവത് വാങ്ങി കൊടുമാ. உனக்கு என்னடா தம்பி வேணும்? എനക്ക് ഒരു ക്വാർട്ടർ വേണം. എന്താടാ ഇതൊക്കെ? വീണ്ടും തിയേറ്റർ. ഈ സിനിമ ഒരു തിയേറ്ററിൽ ഇടാൻ പറ്റില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഒരു തിയേറ്റർ എടുത്ത് ഇവരുടെ സിനിമയിലങ്ങ് ഇട്ടു. ഏത്? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ദേവി, ഏ ദിൽ ഹേ മുഷ്കിൽ, കൊടി, ഈ സിനിമകളൊക്കെയാണ് ഇപ്പൊ ഈ തിയേറ്ററിൽ കളിക്കുന്നത്. തെന്നി മാറുന്നതൊന്നല്ല, ഈ പണ്ടാരം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും കഥയിലേക്ക് വരാം. കഥ ഇനി പൂക്കാരി സരസുവിന്റെ കിടിലൻ ആക്ഷൻ സീൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അയ്യോ അമ്മ, അയ്യോ വിട്ടു വിട്ടു, അയ്യോ വിട്ടു വിട്ടു വിട്ടു, അയ്യോ. കിട്ടിയവാ ഡമാൾ. ഇത് ലവ് സീൻ അല്ലാട്ടോ, ആക്ഷൻ സീനാണ്. A few moments later. ஐயா எங்க 4 பேரையும் பூ வைக்கிற பூக்காரி உதன்னு உதச்சி அடி அடின்னு அடிச்சு கை வேற கால் வேற தனித்தனியா கிடக்குது ஐயா. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. സരസു തിയേറ്ററിന്റെ മുന്നിൽ വെച്ച് അടി ഉണ്ടാക്കിയത് വലിയൊരു പ്രശ്നത്തിന് കാരണമാവുകയാണ്. അങ്ങനെ ഈ പോലീസുകാരൻ സരസുവിനെ പിടിച്ച് ജയിലിലിടും. പിന്നെ ഏതോ ഒരുത്തം വന്ന് അവളെ ഇറക്കിക്കൊണ്ട് പോകും. എന്നെ തൂക്കി ഉള്ള പോട്ടിട്ടല്ല, എനക്ക് ഒന്ന് സല്യൂട്ട് അടിക്ക വെക്കറേൻ, വിട മാട്ടേൻ. അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോ? അതൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പോലീസുകാരനെ കൊണ്ട് തനിക്ക് വേണ്ടി സല്യൂട്ട് അടിപ്പിക്കുമെന്ന് സരസു ശപഥം ചെയ്യുകയാണ്. ഇതാണ് എന്റെ കൽപ്പന, എന്റെ കൽപ്പന രാജശാസനവും. വിട മാട്ടേൻ. സരസു വെറും ഒരു പൂക്കാരി മാത്രമല്ല, അവളൊരു ടെറർ ലേഡിയാണ്. അച്ഛനെ വരെ തൂക്കിയെടുത്തടിക്കും. திருட்டு பயலே, சுருக்கு பயல இருந்து பணத்தை எடுக்கற. இந்தா.
ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ. ഈ പടത്തില് സരസു പൂ വിൽക്കാൻ പോണ സീൻ മാത്രം എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വരും. പൂക്കാരിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഇവരങ്ങോട്ട് ജീവിച്ച് കാണിച്ചിരിക്കുകയാണ്. 1 hour later. 2 hours later. சரி வா நம்ம சினிமாக்கு போலாம், தளபதி படம் பார்க்கலாம். ഈ 2 ഡയലോഗിന് വേണ്ടിയാണ് ഇതിന്റെ സംവിധായകൻ ഇവരുടെ അന്നനട 1/2 മണിക്കൂർ നമുക്ക് കാണിച്ചു തന്നത്. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. അങ്ങനെ പൂക്കാരിയും അനിയനും കൂടെ ദളപതിയുടെ പടം കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകും. അത് നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി മെർസലിന്റെ ട്രെയിലർ ഡയറക്ടർ ഈ പടത്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനോ എന്തോ செம ஜாலியா இருந்ததுல, சூப்பர் விஜய் கலக்கிட்டார்ல, செம கலக்கல். ആ കൊച്ചിനാരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലോ. என்னடி பூக்காரி சல்லிட்டு அடிக்க வைக்கிறேன்னு சொன்ன இப்ப பூ வைக்கிற இதான் உன் வாழ்க்கை. ഇനി പോലീസുകാരനും പൂക്കാരിയും കൂടെ ഒരു റൊമാൻറ്റിക് സോങ്. എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. നോളേട്ടാ എന്താ ഇതൊക്കെ? നിങ്ങൾക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? I'd say don't try to understand it, just feel it. ഇപ്പോഴത്തെ സിറ്റുവേഷന് പറ്റിയൊരു പാട്ടായിരുന്നു. Flashback. என்னடி பூக்காரி சல்லிட்டு அடிக்க வைக்கிறேன்னு சொன்ன இப்ப பூ வைக்கிற എന്തൊക്കെയാണ് നടക്കുന്നേ? ஆஹா எனக்கு ஒரு அருமையான கதாநாயகி கிடைச்சிட்டா. டைரக்டர் விஎஸ்மா உன்னை சினிமால நடிக்க வைக்க தான் பார்த்தேன். ஏண்டா பொறுக்கி நாயே, என்ன திமிரு உனக்கு? என்னுடைய ഭദ്രകാളി പടത്തില് ഉന്നെ കഥാനായിക പോടെ പോറാൻ. സരസു ചീത്ത വിളിച്ചിട്ടും അതൊന്നും കാര്യാക്കാതെ ഈ കണ്ണു കാണാത്ത ഡയറക്ടർ സരസുവിനെ തന്റെ സിനിമയിലെ നായികയാക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് മാത്രം ആരും എന്നോട് ചോദിക്കരുത്. ഇതുവരെ കണ്ടതൊക്കെ പിന്നെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. എന്താ 1 ലക്ഷം അഡ്വാൻസ്? 1 ലക്ഷോ? അതിച്ചിരി കൂടുതലല്ലേ? തള്ളാണെങ്കിലും ഒരു മയൊക്കെ വേണ്ടേ? உங்களை நான் அந்த கடவுள் மாதிரி நினைக்கிறேன். ஏண்டா பொறுக்கி நாயே, என்ன திமிரு உனக்கு? അങ്ങനെ സരസു തന്റെ അഭിനയ ജീവിതം തുടങ്ങുകയാണ്. ആക്ഷൻ ടേക്ക്. சார் நீங்க என்ன சொன்னாலும் செய்யறேன். ചിട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്തിനും 3 ആണോ ഇനി എടുക്കാൻ പോണത്? മുൻപ് ഇരുന്നവங்க ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇരുപ്പവர்கள் അപ്പൊ ഇരുക്ക പോവതില്ല. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? അതൊക്കെ ഇപ്പൊ ഞാൻ മാറ്റിത്തരാ. ഈ പടത്തിൽ നമ്മുടെ വിക്രം ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിക്രം. അന്താൽ ഞാൻ നടിച്ചതിക്ക് 50 ലക്ഷം രൂപ ശമ്പളം തരണം. തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്നെ பார்த்து என்ன தோணுச்சு? என்னெல்லாம் பார்த்தா காரி துப்பணும் போல தோணுது. காதல்ல தோண்ட தோண்ட நிறைய விஷயம் கிடைக்கும். அப்ப நீ தோண்டி உனக்கு என்ன கிடைச்சது? തോണ്ടിയപ്പോ കുറച്ച് മണ്ണിരാന് കിട്ടി. ഒന്ന് പോടോ. അങ്ങനെ പൂക്കാരി സരസു അഭിനയിച്ച സിനിമകൾ പണം വാരിക്കൂട്ടുകയാണ്. ഈ പടം ഒഴിച്ച് ഇത് ഡയറക്റ്റ് യൂട്യൂബിലാണ് റിലീസായത്. ഈ ചവറൊക്കെ 100 ദിവസം ഓടിയത്രേ. സരസു ഡോക്ടറായിട്ട് അഭിനയിച്ച ഈ പടം 200 ദിവസം ഓടിയിട്ടോ. വൗ, സരസു റെക്കോർഡുകൾ തകർക്കുകയാണ്. ഇത് സരസുവിന്റെ 3ാമത്തെ ബ്ലോക്ക് ബസ്റ്റർ. പടത്തിന്റെ പേര് പുലി സരസു. വിജയന്റെ പോലെ കാര്യമായിട്ട് ഓടിയില്ലെങ്കിലും പുലി സരസു 300 ദിവസം ഓടി. പറയാൻ പറ്റത്തില്ല സാറേ, എല്ലാ സമയം പോലെ ഇരിക്കും. ഇതിനു മുമ്പും ചിലരൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടില്ലല്ലോ. ഇനി പോലീസുകാരനും സരസുവും കൂടി ഒരു സോങ്. പോലീസുകാരന്റെ സ്റ്റെപ്പൊക്കെ കൊള്ളാം. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അടുത്ത സിനിമയിൽ സരസു പോലീസാണ്. ഈ പടം ജസ്റ്റ് 150 ദിവസം മാത്രമേ ഓടിയുള്ളൂ. ഇതെന്താണാവോ കുറഞ്ഞു പോയത്? പഴയ പോലെ ഹിറ്റ് കിട്ടാതെ വന്നപ്പോ സരസു നേരെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം സരസു MLA ആവും, പിന്നെ കുറച്ചു കഴിയുമ്പോ മന്ത്രിയാവും. എന്നിട്ട് മറ്റേ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി പോവാണ്. என்னதான் வீரப்பா பேசினாலும் எனக்கு நீ சல்யூட் அடிச்சுதான் ஆகணும். இந்த இன்ஸ்பெக்டரையும் அந்த 4 போலீஸையும் என்னுடைய பாதுகாப்புக்கு போடுங்க. അങ്ങനെ എവിടേക്കോ തുടങ്ങി എന്തൊക്കെയോ കാണിച്ച് ഈ പടം അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള സിനിമകളൊക്കെ ഇനി വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് ചാർജായി. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോ മോട്ടിവേഷൻ വീഡിയോസ് ഒന്നും കാണണ്ട. ഈ എങ്ക ഊര് പൂക്കാരി ഒന്ന് എടുത്ത് കണ്ടാ മതി. എന്റെ പൊന്നോ, ഇത് ഒറ്റയിരിപ്പിൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റിയ പിന്നെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും. நன்றி 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 நன்றி. இந்த படம் முடிஞ்சிட்டும் அந்த சத்தம் மட்டும் என் மண்டையில ஓடிக்கிட்டே இருக்கு. அத்தால் அக்கடியா
முதலாய் என் மனசுக்குள் பூத்தவளே